8 ചെയർ, കീപ് 8 ചെയർ, 2 4 6 8 ചെയർ, കീപ് ഇറ്റ് ഹിയർ. 8 ചെയർ, 8 ചെയർ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ ഞാൻ അങ്ങനെ, നിങ്ങളുടെ മുന്നിൽ ഒരു വേക്കൻറ്റ് ചെയറും പാടില്ല. ഓക്കെ, നേരെ ബാക്കിൽ, ഇപ്പൊ മുമ്പിലിരിക്കുന്ന ആളുടെ സ്ട്രെയിറ്റ് ബാക്കിൽ വേണം അടുത്ത ആളിരിക്കാൻ. അഡ്ജസ്റ്റ്. ബാക്കിലും 8 കറക്റ്റ് വേണം. ബാക്കിലും 8 കറക്റ്റ് വേണം. നേരെ ബാക്കിൽ വേണം. ഫുൾ. No vacant chair in between. ഇടയിൽ വേക്കൻറ്റ് ചെയർ പാടില്ല. ഫിൽ ഇറ്റ് അപ്പ്. ഒരു ലൈൻ ഫുള്ളായാൽ അടുത്ത ബാക്കിലിരിക്കാം. അപ്പൊ ഈ ക്ലാസ്സിന് ഒരു ക്രമമുണ്ട്. എന്തുണ്ട്? നേരത്തെ ഒരു ക്രമം ഉണ്ടായിരുന്നു. ക്രമം ഇല്ലാത്തതിന് എന്താ പറയാ? അക്രമം എന്നാ പറയാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ യെസ് നോ റെസ്പോണ്ട് ചെയ്യണം. ബൊമ്മകളായിട്ടിരിക്കരുത്. കയ്യിൽ പേനയും പേപ്പറും ഒന്നും എഴുതാതെ ബുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ നോട്ട്ബുക്ക് തുറക്കും, എന്നിട്ട് നോക്കും എന്തൊക്കെയാണ് എഴുതിയത്. സർക്കസ് ഒന്നും പാടില്ല. ആർക്കെങ്കിലും അടുത്തുള്ള ആളോട് സംസാരിക്കണം തോന്നിയ ഒരു വിരോധവും ഇല്ല. പക്ഷെ രണ്ടുപേരും എഴുന്നേറ്റ് പുറത്തു പോയിട്ട് വേണം സംസാരിക്കാൻ. അല്ലെ, ക്ലാസ്സിനകത്തല്ലേ എനിക്ക് റൂള് പാടും. ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. രണ്ടുപേരുണ്ടായ രണ്ടുപേരും. പക്ഷെ ആ രണ്ടുപേരും ഫുൾ ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധ ഉണ്ടെന്നുള്ളതിൻ്റെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതുപോലെ പോകും യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ളവരൊക്കെ ചോദിക്കും എന്ത് പറ്റി. മനസ്സിലായോ? അതുപോലെ ഞാനിവിടെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? ഉടനെ കൈബുക്കുക. ഇപ്പൊ ഇത്രയും പേർക്ക് അറിയാം. വണ്ടർഫുൾ. നിങ്ങൾ ആരെങ്കിലും ഇന്റർനെറ്റിൽ പോയിട്ട് ഡോക്ടർ TPS തപ്പി നോക്കിയോ? ഇല്ല. യൂട്യൂബ് നോക്കിയോ? ഇല്ല. എൻ്റെ ടെലിഫോൺ നമ്പർ ചോദിച്ച് കണ്ടുപിടിച്ചോ? ഇല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. ആണോ അല്ലയോ? സ്കൂളിൽ വരുന്ന ഒരാളാണ്. സ്കൂളിൽ ഒരു 4 ടീച്ചർമാർ എനിക്കൊരു മെസ്സേജ് അയക്കണ്ടേ, വെൽക്കം ടു മൈ സ്കൂൾ എന്ന്. അയച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങളും അങ്ങനെയായത്. മനസ്സിലാവുണ്ടോ? തീരെ അതില്ലാത്ത ഒരു വർഗമാണ് കേരളത്തിലെ ആൾക്കാർ. ഞാൻ അവിടെ തന്നെയാണല്ലോ. പാടില്ല. ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു കയ്യിൽ പേനയും പേപ്പറും എന്തിനാ? എഴുതാൻ. ഓരോ വാക്കും കേൾക്കുമ്പോൾ ഓ ഇതാണ് മെയിൻ പോയിന്റ്. ആ പോയിന്റ് കണ്ടുപിടിച്ച് എഴുതാനുള്ള കഴിവാണ് നല്ല കുട്ടികൾക്ക് വേണ്ടത്. ഓരോ പോയിന്റ്, ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിരുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞോ ഇല്ലയോ? അത് കഴിഞ്ഞ് 3-4 പേര് സംസാരിച്ചില്ലേ? എന്താണ് അവർ സംസാരിച്ചത് എന്ന് പൂർണ്ണമായിട്ടും അതിന്റെ കാതല്, അതുപോലെ അതിൽ ഒരു 10 പോയിന്റ്സ് എനിക്കറിയാം പറഞ്ഞത്. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 10 പോയിന്റ്സ് പറയാൻ പറ്റുന്ന ഒരു കൈബുക്ക്. 500 രൂപ സമ്മാനം. അപ്പൊ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും എഴുതിയിട്ടില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നു.
ആണോ അല്ലയോ? അപ്പോൾ കഴിഞ്ഞ അരമണിക്കൂർ നിങ്ങളും ടൈം വേസ്റ്റ് ചെയ്തു, ആ പറഞ്ഞവരും ടൈം വേസ്റ്റ് ചെയ്തു, എൻ്റെ ടൈമും വേസ്റ്റ് ആയി. ആണോ അല്ലേ പറയും മക്കളെ? അല്ലേ? ഇതാണ് നമ്മുടെ പാരമ്പര്യം. ശ്രദ്ധ എന്ന് പറയുന്നൊരു സംഭവമില്ല. അവര് വെറുതെ എന്തൊക്കെയോ പറഞ്ഞു. എസ് ഓർമ്മ. ഞാനൊക്കെ വലിയ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കമ്മിറ്റിയുടെ പ്രസിഡന്റൊക്കെ ടൈപ്പ് ചെയ്ത് 4 ദിവസം മുമ്പേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് സംഭവം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ അത് കറക്റ്റ് ചെയ്യും. ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അത് വലിയ സാധാരണ പ്രോഗ്രാമായിരുന്നു. എന്തെങ്കിലുമോ പ്രോഗ്രാം നിങ്ങൾ കാണാറില്ലേ? അമ്പലത്തിലും ഒക്കെ പ്രോഗ്രാം കാണില്ലേ? അവരതിന്റെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ആ കണക്കൊക്കെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് വലിയ കാര്യമായിട്ട് പറയും. ഈ കേൾക്കുന്ന ഒരാളും ശ്രദ്ധിക്കാറ്. ഇതേപോലെ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് എൻ്റെ പ്രഭാഷണമാണെന്ന് ചോദിക്കും. ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 10 പോയിന്റ് പറഞ്ഞാൽ 1000 രൂപ തരാം, 2000 രൂപ തരാം എന്നൊക്കെ ആരെങ്കിലും വിളിക്കും. 500 പേരുണ്ടാവും, ഒരാളും കേൾക്കും. എന്തിനാ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഒരു 3 ദിവസം കൂടിയുണ്ട്. എന്താ പറഞ്ഞത്? എന്തോ പറഞ്ഞു. ആരാ വന്നത്? ഏതോ നരച്ച മുടിയും തടിയൊക്കെയുള്ള ഒരാൾ. എന്താ പഠിപ്പിച്ചത്? ഇപ്പൊ ഞാനും വേസ്റ്റ് ചെയ്യും ടൈം, നിങ്ങളും വേസ്റ്റ് ചെയ്യും. അത് പാടില്ല. എല്ലാ 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഞാൻ നോക്കും. ഞാൻ നോക്കിയില്ലെങ്കിൽ റാൻഡമായിട്ട് നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ എന്താണ് പോയിന്റ്? ഇപ്പൊ ഞാനിപ്പോ ഇത്രയും സമയം പറഞ്ഞാലും ഒന്നും ആരും എഴുതിയിട്ടില്ല. എഴുതിയോ? കാരണം നിങ്ങൾക്ക് ആ ശീലമില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ ടീച്ചർമാർ എഴുതൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുമ്പോൾ എഴുതും. അതിന് മുമ്പ് പറയുന്നതൊക്കെ വേസ്റ്റാണ്. ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എഴുതൂ നോക്കുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ. പാടില്ല. എന്ത് കേൾക്കുമ്പോഴും ഒട്ടനെ എഴുതാനുള്ള കഴിവുണ്ടാവും. നിങ്ങളുടെ ചെയർമാൻ ആരാ? ഇവിടെ സംസാരിച്ച ചെയർമാന്റെ പേര് പറ. ഉറക്കെ. എന്താ നാണക്കേടുള്ള പേരാ? സുകുമാരൻജിയുടെ മൂത്ത മകൻ എന്താ ചെയ്യണേ? പറയ, എന്താ ചെയ്യണ? ഇതുവരെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ഇതുവരെ കണ്ടിട്ടേ ആദ്യമായിട്ടാ കണ്ടെന്ന്? സാറല്ല. ഈ സാറ് എന്ന് പറയുന്ന പരിപാടിയെ നിർത്തണം. ഈ ഇതൊക്കെ വെക്കും, എന്നിട്ട് സാറെന്ന് വിളിക്കും. ബ്രിട്ടീഷുകാർ പണ്ട് 75 വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലാണ് സാറ് എന്നത്. മനസ്സിലായോ? ഇപ്പോഴും നമ്മള് മണ്ടന്മാരായിട്ട് സാറ് സാറെന്ന് വിളിച്ചു. സുകുമാരൻജി അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കാം. എന്ത് ചിരിക്കണേ? നിങ്ങൾ എത്ര പേർക്ക് 25 വയസ്സായിട്ടുണ്ട്? ആർക്കും ആയിട്ടില്ലല്ലോ. എന്റെ പകുതിയൊക്കെ അല്ലേ ആയിട്ടുള്ളൂ അല്ലേ? 25 വർഷം മുമ്പ് റിട്ടയർ ആയതാണ് അദ്ദേഹം. മകൻ മനോരമയില വർക്ക് ചെയ്യണം. പേപ്പറുകാരെന്താ ചെയ്യാ? നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അതുവഴി ഇങ്ങനെ നടന്നു പോകും. പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ അസലായിട്ട് ന്യൂസ് വരും, വലിയ ഹെഡിങ് കൊടുക്കും. മനോരമ ഡോക്ടർ TPS അടിച്ചു പോകും. ഗൂഗിളിൽ അടിച്ചു നോക്കണം, മനോരമ ഡോക്ടർ TPS. ഇന്ന് വൈകുന്നേരം പോയിട്ട്. എന്റെ പേരെന്താ? ഡോക്ടർ TPS. എന്താണ്? TPS. എന്താണ് T? ടീച്ചേഴ്സ്. P പാരന്റ്സ്. S സ്റ്റുഡൻസ്. ഈ 3 ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കാറ് സ്ഥിരം. ഇതിലേതെങ്കിലും പെടും എല്ലാവരും. ഡോക്ടർ TPS. എഴുത്ത്, ഓരോ വാക്കും എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആരാ വന്നതെന്ന് ചോദിച്ചാൽ ആ പേര് പോലും അറിയില്ല. സുകുമാരൻജിയുടെ മകൻ മനോരമ അല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എഴുതുക മനോരമ. ഓരോ വാക്കും എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവും. ആ എഴുതാനുള്ള കഴിവുണ്ടാവും. എന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബുക്കിലും പേനയിലും മാത്രം ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് എഴുതാം. അപ്പൊ ഞാനിവിടെ വരാൻ ആരാ കാരണം?
ആരാ എന്നെ പിടിച്ചോണ്ടത്? ആര്? നിങ്ങൾ ചോദിച്ചു ആരോടെങ്കിലും? ചോദിക്കണ്ടേ? ചോദിക്കുക ആരെടുത്താണ്, എങ്ങനെയാണ് ഇയാൾ ഇവിടെ, ആരാ പിടിച്ചോണ്ടത്? കാരണം ഞാൻ മഹാബോറാന്ന് വിചാരിക്കും. എന്നെ വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരെ വഴക്ക് പറയണം? എന്നെ ഇവിടെ കൊണ്ടുവന്ന ആളെ വഴക്ക് പറയണ്ടേ? വേണോ വേണ്ടിയോ? ആരാ കൊണ്ടുവന്നു? ആരൊക്കെയാ സംസാരിച്ചു ഇവിടെ? സാറെന്നുള്ള വാക്ക് നിർത്ത്. 2 ദിവസമെങ്കിലും എനിക്ക് കേൾക്കുമ്പോ അറപ്പ് വരും. അദ്ദേഹമാണ് പിടിച്ചോണെന്ന്. ആരെ? ചന്ദ്രൻ സാറല്ല. ആരെ? അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ആരെ പറയണം? അദ്ദേഹത്തെ പറയുന്നത് എന്നെ പറഞ്ഞ. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആരെ പറയണം? കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ്, 2 മാസമല്ലേ, 2 മാസം മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ കണ്ടു, കുറച്ച് സമയം സംസാരിച്ചു. ആ ഒരു കോണ്ടാക്റ്റിലാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹത്തിന് എന്നെ അറിയുന്നില്ലായിരുന്നു. കുറച്ച് സമയം സംസാരിച്ചു, കണ്ടു. കഴിഞ്ഞ ഒരു 5 ദിവസം പള്ളിക്കത്തോട് എന്ന് പറയുന്ന അരവിന്ദ വിദ്യാമന്ദിരത്തിലുണ്ടായിരുന്നു. അവിടെ 10-15 വർഷമായിട്ട് അതിന് മുമ്പ് വരാറുള്ളതാണ് കുട്ടികൾ ക്ലാസ്. അപ്പൊ എന്റെ വിഷയം ഏതാ? മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അടുത്ത 3 ദിവസം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. എന്ത് ഇഷ്ടല്ലേ? കണ്ണൊക്കെ അങ്ങോട്ട് തള്ളിപ്പോയല്ലോ. മാത്തമാറ്റിക്സ് അല്ല പഠിപ്പിക്കണ്ടേ? ഇല്ല, സുകുമാരൻജിയുടെ വിഷയം പഠിപ്പിക്കണം, മലയാളം. അതറിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട്? അതും അറിയില്ല, മലയാളം അറിയില്ല. എല്ലാം എഴുതണം. മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പളോ ഹെഡ് മാസ്റ്ററോ എന്താ വിളിക്കുക? സാർ എന്ന് വിളിക്കുന്നതിനോട് പ്രിൻസിപ്പാൾ എന്ന് വിളിക്കണം. ആ ഡെസിഗ്നേഷൻ ആണ് സാർ. എല്ലാരെയും സാർ എന്നല്ല വിളിക്കുക. ഈ ഹോൾ ക്യാമ്പസിൽ ഒരാളല്ലേ പ്രിൻസിപ്പൾ. അപ്പൊ എങ്ങനെ അഡ്രസ് ചെയ്യണം? പ്രിൻസിപ്പാൾ. ഹെഡ് മിസ്റ്റേഴ്സ് ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്റ്റേഴ്സ് അഡ്രസ് ചെയ്യണം. ടീച്ചർമാരുടെ ഒക്കെ പല സ്കൂൾസിലും പോയാലും ടീച്ചറുടെ ഹെഡ് മാസ്റ്ററുടെ പേരെന്താ ചോദിച്ചാൽ അതറിയില്ല, സാർ. അത് അങ്ങനെയേ വിളിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ മാത്സ് ടീച്ചറാണ് മാഡം. പേരില്ലേ? ഇതുവരെ വിളിച്ചിട്ടില്ല പേര്. മനസ്സിലാവേണ്ട പറയണം. പേര് വിളിച്ചാലേ ഓർക്കുള്ളൂ. നിങ്ങൾ ചൊല്ലിയ പ്രയർ കൃത്യമായിട്ട് അർത്ഥം അറിയോ? എന്റെ പറയും. നന്നായിട്ട് ചൊല്ലി, അസലായിട്ട് ചൊല്ലി. ഞാൻ അതിൻ്റെ ചോദിച്ചു റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ചൊല്ലി. അതിൽ 1-2 മിസ്റ്റേക്സും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത മിസ്റ്റേക്സ് ഉണ്ട്. അതിവിടെയല്ല, ഈ ഗ്രന്ഥം 3 പകർത്തിയിടിൽ ഞാൻ ചൊല്ലുമ്പോൾ അത് നിങ്ങളും ചൊല്ലണം ഉറക്കെ. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഞാൻ ഉറക്കെ. മുഹൂർത്തം മൂത്രമായിട്ട്. മുഹൂർത്തം 3 പ്രാവശ്യം 4 പ്രാവശ്യം എഴുതിയാൽ എന്താവും? മൂത്രമായിട്ട് മാറും. ശുഭം കരോ കരോ. ഏത് പ്രിന്റഡ് ബുക്കിലുള്ളത്? അങ്ങനെ എവിടെയെങ്കിലും തപ്പി നോക്കിയോ? ആണോ? സുകുമാരൻജി തെറ്റല്ലേ ഇത്? കരോതു എന്നാണോ കരോതി എന്നാണോ? ഞാൻ പഠിച്ചിട്ടുള്ള കരോതി എന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പോയാലും തെറ്റിട്ടാ ചെല്ല. ചിലയിടത്ത് അല്ല, അറിയില്ല എനിക്ക് പാലയിലൊക്കെ അങ്ങനെയാണോ, ചിലയിടത്ത് മാറാം, ലോക്കലി മാറാം. കുരുത്വം കല്യാണം എന്നാണ് നോർത്ത് ഇന്ത്യയിൽ. ശുഭം കുരുത്വം കല്യാണം. അപ്പോഴും ഞാൻ അവിടെയും പറഞ്ഞു, ഡൽഹിയിൽ അടുത്ത് പോയപ്പോൾ ഒരു സ്കൂൾ. അത് തെറ്റാണ്. തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പഠിച്ച അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പഠിച്ചത് തെറ്റ. കരോതി എന്നാണ്. ശുഭം കരോതി കല്യാണം. ഗൂഗിളിൽ നോക്കിയാൽ മതി, എളുപ്പമാണ്. പക്ഷെ ഗൂഗിളിൽ ഏറ്റവും ഫേമസ് ആയതാ വരുമോ? തെറ്റാണെന്നും ശരിയാണെന്നല്ല, അധികം ആൾക്കാർ എഴുതും. പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളതും ശുഭം കരോതി കല്യാണം. അത് കുറേ ശ്ലോകത്തിലുണ്ടാവും. ദീപം എന്തിനാ? ശുഭം കരോതി കല്യാണം, ആയുസ് ആരോഗ്യവർദ്ധനം, മമ ശത്രു വിനാശായ.
ഇതെന്റെ ബുക്കാണ്, നിത്യശ്ലോകം. ഓക്കെ, ദീപജ്വലനം ചെയ്യുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന്. അതിൽ എല്ലാ വാക്കും അതേപോലെയല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഞാൻ വ്യത്യസ്തമായിട്ടാണ് പഠിച്ചതും എഴുതിയതും. അതുകൊണ്ടാണ് നിങ്ങൾ ചൊല്ലുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചത്. അത് തന്നെയാണെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കില്ല. ഒന്ന് ചൊല്ലും എന്താന്ന്. ഓക്കെ, സ്റ്റോപ്പ്. അതിന്റെ അർത്ഥം എന്താ? അർത്ഥം അറിയണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോന്ന്. ആദ്യത്തെ ലൈൻ ഏതാ? വായിക്കും. കമോൺ, ഒരാൾ ഫാസ്റ്റ് ആയിട്ട് വരിക. പിക്ക് ഇറ്റ് അപ്പ് ഇഫ് യു വാണ്ട്. എടുക്ക് വന്നിട്ട് അടുത്ത ആളോട് ആ കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്. പിക്ക് ഇറ്റ് അപ്പ്. ആദ്യത്തെ ലൈൻ എന്താന്ന് വായിക്കും. അല്ല, ഇത് വിളക്ക് തെളിയിക്കുന്നതിന് അതിന്റെ താഴത്തില് ഞാൻ ആ പേജാ തന്നത്. നോ 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 നോ. ആ, ശുഭം കരോതി. ഇപ്പൊ ഞാൻ എഴുതിയ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ വേറൊന്ന് ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കുമല്ലോ. ആ, എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരാൾ ചെല്ലുമ്പോൾ അതിന്റെ ആലോചന. എന്താണ് ആദ്യത്തെ ലൈൻ? നിങ്ങളുടെ എന്റേത് ശുഭം കരോതി കല്യാണം എന്നാണ് തുടങ്ങും. നിങ്ങളുടെ എന്താണ്? എന്താണ് ദീപജ്യോതി പരംജ്യോതി എന്ന് പറഞ്ഞാൽ? പരം എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ്, ടോപ്പ് മോസ്റ്റ് എന്നാണ് അർത്ഥം. പരമ്പൊരുൾ, ഏറ്റവും കാതലായ, ഏറ്റവും മഹിമയുള്ള, പരാൽപരം, ഏറ്റവും മുകളിൽ, ഏറ്റവും അതുക്കും മേലെ നമ്മൾ പറയും. എന്റെ വാക്കാണ് സംസ്കൃതത്തിൽ പരാൽപരം. ഇൽ എന്നുള്ളതും ത് എന്നുള്ളതും ഒരുപോലെയാണ് സംസ്കൃതത്തിൽ. ഇൽ എന്ന് ചേർക്കുന്നിടത്തൊക്കെ ത് എന്നും ചേർക്കാം. ഉത്സവം എന്താണ്? നമ്മൾ ഉത്സവം എന്നല്ലല്ലോ പറയാം, എന്താ പറയാ? ഉത്സവം എന്നാണ് പറയാം അല്ലെ. ഇൽ മാറ്റിയിട്ട് എന്ത് ചേർക്കാം? ത് എന്ന് ചേർക്കാം. ശരിക്കും ഉത്സവം എന്നാണ്, പക്ഷെ നമ്മൾ എന്താക്കിയത് ഉത്സവം എന്നാക്കി. അപ്പൊ രണ്ടും ആക്സെപ്റ്റഡ് ആണ്. സംസ്കൃതത്തിൽ രണ്ടും കറക്റ്റാണ്. ഔത്സുക്യം തരുന്നത്, ഔത്സുക്യം തരുന്നത്. പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് മോസ്റ്റ്. അപ്പൊ എന്താണ് ആദ്യത്തെ ലൈൻ? ശുഭം. എന്താണ് ശുഭം എന്ന് പറഞ്ഞാൽ? നല്ലത്, കല്യാണം എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞോ? സന്തോഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആരുടെയും? അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞു. കല്യാണത്തിൽ ഇരിക്കരുത്, തമിഴ് വാക്കാണ് കല്യാണം. പക്ഷെ നമ്മളെന്ത് ചെയ്തു? വിവാഹം കഴിഞ്ഞു എന്നുള്ളതും കല്യാണത്തിൽ ഇരിക്കരുത് എന്നുള്ളതും രണ്ടും കൂടി ചേർത്തിട്ട് എന്തായി പറഞ്ഞു? മനസ്സിലാവുന്നുണ്ടോ മണ്ടത്തരം? ശുഭം കരോതി കല്യാണം. എന്താണ്? പരം ജ്യോതി അല്ലേ? എന്താണ് ആദ്യത്തെ ലൈൻ? ദീപക് ജ്യോതി പരം ജ്യോതി. തെറ്റല്ലേ അത്? ഏറ്റവും വലിയ ലൈറ്റാണോ അത്? ജ്യോതിർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എന്നല്ലേ, പ്രകാശം എന്നല്ലേ അർത്ഥം. നിങ്ങൾ മണ്ടത്തരല്ലേ പറയുന്നത്? ഇതാണോ ഏറ്റവും വലിയ പ്രകാശം നിങ്ങൾ ഇതുവരെ കണ്ടത്? ഇതിനേക്കാളും വലിയ പ്രകാശം നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉറക്കെ പറയേ. അപ്പൊ പിന്നെ ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ? എന്താണ് അതിന്റെ കറക്റ്റ്? എങ്ങനെയാത് പറയണേ? ഏതാ പരം ജ്യോതിർ? ഏറ്റവും വലിയ ലൈറ്റ് ഏതാ ലോകത്ത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലം? സൂര്യൻ. അപ്പൊ നമ്മൾ വിളക്കിനെ അല്ല പ്രാർത്ഥിക്കുന്നത്, ആരെയാ? സൂര്യനാണ്. ഇത് ചെല്ലുമ്പോ ആരുടെയെങ്കിലും മനസ്സിൽ സൂര്യൻ വന്നിരുന്നോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. നമ്മൾ ചെല്ലുമ്പോ ആ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ്. ഇത് ആലോചിച്ചിട്ടല്ലേ ഒരാൾ കവിത എഴുതിയത്. ഞാനൊരു കവിയാണ്. അപ്പൊ ഞാൻ കവിത എഴുതുമ്പോൾ ഞാൻ എന്താ ആലോചിച്ചോ അത് ചൊല്ലുന്നവരും കൂടി ആലോചിക്കുമ്പോഴേ കവിത സഫലമാവുകയുള്ളൂ.
ഗോട്ട് ഇറ്റ്? അപ്പൊ ഇനിയിപ്പോ ഈ നാമം ചൊല്ലുമ്പോ എന്ത് കേൾക്കും? ചൊല്ലൊന്നുകൂടി. അതിത് ഇത് എന്താണെന്നാണ് എന്റെ സങ്കല്പം, ചിന്ത? സൂര്യനാണെന്നുള്ള സങ്കല്പത്തിലാണ് ഞാനിത് തെളിയിക്കുന്നത്. ആ രണ്ട് വാക്ക് പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ എന്ത് വരണം? ഈ വിളക്ക് സൂര്യന് തുല്യമാണ്. കാരണം എനിക്ക് സൂര്യനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പറ്റുമോ? എന്നല്ല, ഒന്നും പറയണ്ട. ഇല്ല, ഉണ്ട് എന്ന് ഉറക്കെ പറയാം. ഇപ്പൊ രാവിലെ ഈ സമയത്ത് ഇത്രയല്ല സൂര്യൻ വരേണ്ടത്, ഇതിനേക്കാളും വരണം. വേണ്ടേ? വേണോ വേണ്ടയോ? പക്ഷെ ഇന്ന് കുറച്ച് ഡള്ളാ. പക്ഷെ ആ ഡൾ ആയ സൂര്യനെ അല്ല ഞാനിവിടെ കൊണ്ടുവരുന്നത്. അറിയാം, ശരിക്കും നട്ടുച്ചക്ക് പ്രകാശമായിരിക്കുന്ന സൂര്യനെ ഞാനിവിടെ കൊണ്ടുവെക്കുക. ആ സങ്കല്പത്തിലാണ് ചൊല്ലുന്നത്. അപ്പൊ ചൊല്ലുന്ന ആളുടെ മനസ്സിലും ആ സങ്കല്പം വേണം. നിങ്ങൾക്ക് ആരും പറഞ്ഞില്ലല്ലോ ഇതൊന്നും. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. നിങ്ങൾക്കറിയാം എന്നുള്ള ധാരണ, പറഞ്ഞു കൊടുക്കുന്നവർക്കും അറിയാന്നുള്ള ധാരണ, പറഞ്ഞു കൊടുക്കുന്നവർക്കും ശരിക്കും ചില പറഞ്ഞു തരും. ഒന്നുകൂടി. ദീപ ഇത് ആരാണ്? ജനാർദ്ദനനാണ്. ആരാ ജനാർദ്ദനൻ? ആരാ ജനാർദ്ദനൻ? കൃഷ്ണൻ, വിഷ്ണു. ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആള്. സൂര്യൻ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കുന്ന ആളാണോ അല്ലയോ? യെസ്. നമ്മളെയൊക്കെ നോക്കി നടത്തുന്ന സൂര്യനാണ്. സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടുമോ? കുട്ടും കടലും കിട്ടുമോ? എന്നാ പറയരുത്. ഉണ്ട്, ഇല്ല, ഉറക്കെ കേൾക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് ജനാർദ്ദനാണ്. ആ ജനാർദ്ദൻ എന്ന് പറഞ്ഞത് സൂര്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് രാമനും സൂര്യനും ഒക്കെ സൂര്യവംശജരാണ്. രാമനെയും കൃഷ്ണനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? സൂര്യവംശജർ എന്നാണ് പറയുക. ഇപ്പൊ എന്തൊക്കെ അർത്ഥമുണ്ട്, എത്രയൊക്കെ പഠിക്കേണ്ടെന്ന് ആലോചിച്ചു ഒരു ശ്ലോകം ചെല്ലുമ്പോൾ. അപ്പൊ ഇനി രണ്ടാമത്തെ ലൈൻ എന്താണ്? അത് ചൊല്ലുമ്പോ വിഷ്ണുവിനെ കാണണം മനസ്സിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാ. ഇതിങ്ങനെ അങ്ങോട്ട് ചൊല്ലിപ്പോവും. അത്ര ഒന്നും മനസ്സിൽ കാണാതെയാണ് ചൊല്ലുന്നത്. അത് പാടില്ല. ഭഗവാൻ വരണോ വിളിച്ചാലോ വേണ്ടിയോ? ഭഗവാൻ നിങ്ങൾ വിളിച്ചാൽ വരണമെങ്കിൽ സങ്കല്പം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വിളിക്കണം. പിന്നെ അടുത്ത ലൈൻ ഹരതു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നശിപ്പിക്കുക, കട്ടുകൊണ്ടുപോവാ. ശരിക്കും പറഞ്ഞാൽ എന്തിനെ കട്ടുകൊണ്ടുപോകണം? പാപം. നമ്മൾ പാപം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. ഇല്ലേ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൊതുവിനെ കൊല്ലാത്ത പാപല്ലേ? ആണോ അല്ലയോ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടാവും. പാപം ചെയ്യാത്തവരായിട്ടില്ല. ക്രിസ്ത്യനിലൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത് എല്ലാവരും പാപികളാണ്. നമ്മളങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. പാപമുണ്ടോ എന്ന് ചെയ്യില്ല എന്ന്. ചെയ്യാറുണ്ട്? ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്നതൊക്കെ പാപമായി. ആ പറയുന്നത് മഹാപാപമാണ്. മനസ്സിലായോ? അതുകൊണ്ട് എന്താ നമ്മൾ ഭഗവാനോട് പറയാറുള്ളത്? ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല എന്ത് പാപം ചെയ്യേണ്ടെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കട്ടുകൊണ്ടുപോയിക്കോളാം, ഞാൻ അറിയാതെ കൊണ്ടുപോയിക്കോളാം. മനസ്സിലാവുണ്ടോ? ക്രിസ്ത്യനില് എന്താ പറയാ? അറിഞ്ഞുകൊണ്ട് ഞാൻ പാപിയാണ്, അതുകൊണ്ടെല്ലാം അങ്ങ് ഏറ്റെടുക്കണേ, പാപിയാണെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ നേരെ തിരിച്ചാ ശരിക്കും കള്ളത്തര പഠിപ്പിക്കണം. എന്താണ് ലൈൻ? അടുത്ത ലൈൻ ദീപോ ഹരതുമേ. പ്രാണനായി പോരുതേ. ഭഗവാൻ എന്റെ പ്രാണം കൊണ്ടുപോണേ. പിന്നെ അടുത്തത് ദീപജ്യോതിർ നമോസ്തുതേ. ഞാൻ നമിക്കുന്നു അങ്ങേ. എന്താ കാരണം? ഇതൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, എനിക്ക് വേണ്ടി എനർജി തരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ നമിക്കുന്നു എന്നാണ്. പിന്നെ പിന്നെ ഇടയിൽ നിങ്ങൾ ഈ 1 2 3 1 2 3 1 2 3 എന്നൊന്നും പറഞ്ഞു. അതെന്തിനാ പറയണേ? ഈ വലിയ കുറേ ഓഡിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം.
ആയിരക്കണക്കിന് ആൾക്കാർ. എല്ലാവരുടെയും അടുത്ത ശ്ലോകം ചെല്ലാൻ പോവുകയാണെന്നുള്ള ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 2 3 എന്ന് പറയുന്നത്. നിങ്ങൾ അതുപോലും അറിഞ്ഞിട്ടില്ല. മ്യൂസിക്കൊക്കെ അങ്ങനെയാണ്, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയാണ് യേശുദാസൊക്കെ. കാരണം ആ ചൊല്ലുമ്പോഴാണ് അടുത്ത ആള് കൊട്ടാൻ തുടങ്ങും മൃദംഗം. ഇവിടെ അങ്ങനെ മൃദംഗം കൊട്ടലൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? അപ്പൊ വലിയ മ്യൂസിക് പ്രോഗ്രാമിന് ചൊല്ലുന്നതാണ് ഈ 1 2 3 എന്നൊക്കെ പറയും. നിങ്ങളിത് 1 2 3 മാതൃപ്രമാണം ഇതൊന്നും ആലോചിക്കുന്നില്ല. വെറുതെ ആരോ പറഞ്ഞ സംഭവം അതുപോലെ റിപ്പീറ്റ്. എന്തും ആരും പറയുന്ന സമയത്ത് ഒട്ടനെ ചോദിക്കണം. എന്തുകൊണ്ട്, എന്തിനാണ്, വൈ, വേർ, വെൻ, ഹൗ, വാട്ട്. എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ചോദിക്കണം. ഡോണ്ട് ലീവ് വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? പിന്നെ പാപം കഴിഞ്ഞു, പിന്നെന്താ ഉള്ളത്? ആ ലൈൻ തീർന്നു. എനിക്കറിയില്ല മക്കളെ നിങ്ങളുടെ പ്രയർ, അതുകൊണ്ടാ ചോദിക്കുന്നത്. ശുഭം കരോതി, ശുഭം കരോതി. കുരുത്വം കല്യാണം എന്നൊക്കെ ചൊല്ലാറുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടില്ല. വേണമെങ്കിൽ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഉണ്ടോ? വലിയ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇതാ, ചിലടത്ത് കുരുത്വം എന്നാണ്. അതായത് എഴുതിയിട്ടുള്ളത് ശുഭം കരോതി കല്യാണം. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി ആദ്യം വരുന്ന ഇതാണ്. ഇനി നിങ്ങളിപ്പോ എന്താണ്, നിങ്ങൾ പറഞ്ഞതുണ്ടോന്ന് തപ്പി നോക്കാൻ അത് ആ ടൈപ്പ് ചെയ്ത് നോക്കുക. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് ധാരണ ഉണ്ടെങ്കിലും അറിയുമെങ്കിലും എന്ത് ചെയ്യാം, ഇന്ന് മുതൽ വെറുതെ ഒന്ന് നോക്കുക ശരിയാണോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. പ്രിന്റ് ചെയ്ത് ചിലപ്പോൾ തെറ്റാം. അപ്പൊ ഞാനിപ്പോ പ്രിന്റ് ചെയ്ത് തെറ്റാ ഇത് നോക്കിയിട്ട് അദ്ദേഹം അങ്ങനെ എഴുതി പോരാ, ഉറപ്പ് വരുത്തണമെങ്കിൽ പിന്നെ എഴുതും നോക്കാം. ശുഭം കരോതി കല്യാണം. ശുഭം ഉണ്ടാക്കണം. എന്താണ് ശുഭം? നല്ലത് വരുത്തണം. എന്താ നല്ലത്? ഇവിടെ വരുന്നത് എന്തിനാ? സ്കൂളിൽ വരുന്നത് എന്തിനാ? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ലത് എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കേട്ടുപോകാനാണ്. കേട്ടുപോകാനല്ല വരുന്നത്, കെട്ടുപോകാനും അല്ല വരുന്നത്. എന്താ കെട്ടുപോകാന്ന് പറഞ്ഞ? പാഴായി പോവുക, മോശമായി പോവുക അല്ലേ? ശുഭം കരോതി കല്യാണം. പിന്നെ രാവിലെ കുളിച്ചോ മോനെ? എന്നിട്ടൊന്ന് കൂട്ടുകാരി ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങില്ല? ഉറക്കം വരുന്നില്ല? വയസ്സായി അതുകൊണ്ടാ. ഈ വയസ്സന്മാർക്കൊക്കെ അങ്ങനെ ഉറക്കം വന്നില്ല. എന്തൊക്കെയോ പ്രാരബ്ധമുണ്ട് വീട്ടിൽ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഇന്നലെ ഉറക്കം വരാണ്ടിരുന്നത്? ഉറക്കം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തിരിച്ചാ ഞങ്ങളൊക്കെ ചെയ്യാറ്. ഉറക്കം വരുമ്പോഴാ കിടക്കുക. എപ്പോഴാ കിടക്കേണ്ടത്? ഉറക്കം വരുമ്പോഴാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് വിശപ്പ് വരുന്നില്ല. വിശപ്പ് വരുമ്പോഴല്ലേ ഭക്ഷണത്തിന് മുമ്പിൽ. ഇനി ഇവിടെ വന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, കോട്ടുപോയിടില്ല. ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ട് വാക്കുകൾ ഫുൾ എഴുതി വെക്കുക. ശ്രദ്ധ അവിടെ മാത്രം ഉണ്ടാവുക. ശുഭം കരോതി കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. സന്തോഷം ഉണ്ടാവുമ്പോ, സുഖം കിട്ടുമ്പോ, സന്തോഷം ഉണ്ടാവുമ്പോ നല്ലത്. മനസ്സിലായോ? സന്തോഷം ഇല്ലാണ്ട് സുഖം ഉണ്ടായിട്ട് കാര്യമില്ല. സുഖമാണ്, പക്ഷെ ഒരു സുഖമില്ല. പറയണ ആൾക്കും ഒരു സന്തോഷം കൂടി വേണ്ടേ? ശുഭം കരോതി കല്യാണം. പിന്നെ ഞാൻ എഴുതി ആയുസ് ആരോഗ്യവർദ്ധനം എന്നാണ്. ആയുസ്സും ആരോഗ്യവും ഉണ്ടാക്കി തരണേ. അത് തന്നെയാണ് ഇതും അല്ലേ? വർദ്ധിച്ചുണ്ടാക്കി തരണം. കുറച്ചൊന്നും പോരാ, കുറെ കാലം ജീവിക്കണം. എത്ര കാലം? എത്രയാ ഒരാളുടെ ആയുസ്? 120 വർഷമാണ്. 120 years. ഒരു പുരുഷായുസ് എന്ന് പറയാം. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന് മാത്രമല്ല, എല്ലാവർക്കും, സ്ത്രീകൾക്കും. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ സ്ത്രീകൾക്കാണ് ആയുസ് കൂടുതൽ. പുരുഷന്മാരാണ് പെട്ടെന്ന് അടിച്ചു പോകുന്നത്.
പുരുഷന്മാർക്കാണ് ടെൻഷൻ അധികം, സ്ത്രീകൾക്ക് ടെൻഷൻ കുറവാണ്. എന്താ കാരണം? സ്ത്രീകൾ എല്ലാ പ്രശ്നവും എല്ലാവരോടും പറഞ്ഞു നടക്കും. അപ്പൊ കുറേ പ്രശ്നം അവർക്ക് ബാക്കിയുള്ളവർക്കും ഉണ്ട്. പുരുഷന്മാരോ എന്ത് ചെയ്യണം? ഗൂഗിളിൽ പോയിട്ട് നോക്കുക, വാട്ട് ഈസ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഇന്ത്യ. വാട്ട് ഈസ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ കേരള. കേരളത്തിലുള്ളതിന് കുറച്ച് കൂടുതലുണ്ട്, കാരണം ഇവിടെ ആരോഗ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കും. കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്. കേരളത്തിന് വെളിയിൽ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ കുറവാണ്. ആവറേജ് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് കൂടിയുണ്ട്, കഴിഞ്ഞൊരു 10 കൊല്ലത്തെക്കാളും കൂടിയുണ്ട്. പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പേര് ടിപ്പ് നടിച്ചു പോകാൻ. ഇതൊക്കെ നോക്കും. ഇപ്പൊ എന്ത് വേണം? ആരോഗ്യം വേണം. എന്ത് വേണം? ആയുസ്സും കൂടി വേണം. ആരോഗ്യം എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ. രോഗം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിന് രോഗം ഉണ്ടാവും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവില്ല. വ്യത്യാസം മനസ്സിലായോ? ഐ ആം സിക്ക് ബട്ട് ഐ ആം നോട്ട് ഇൽ. ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത്. ഇൽനെസ് എന്ന് പറഞ്ഞാലോ അസുഖം എന്നാണ്. എന്താണ് അസുഖം? സുഖം എന്ന് പറഞ്ഞാൽ എന്താ? സുഖം. അസുഖം സുഖമില്ലാത്ത അവസ്ഥ. രോഗം. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ചെറിയ കാര്യം പറയണേ, എത്രയോ വാക്കുകൾ മാറ്റി മറിച്ചും പറയണ്ടില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നോക്കാറുണ്ടോ? പറഞ്ഞു നോക്കുക, അപ്പോഴാണ് അറിവുണ്ടാവും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. എനിക്ക് രോഗം ഉണ്ട്, പക്ഷെ എന്തില്ല? അസുഖമില്ല. പനിയുണ്ട്, ടെമ്പറേച്ചറൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. പക്ഷെ പലർക്കും എന്താണ്? രോഗമൊന്നുമില്ല, പക്ഷെ ആകെ ക്ഷീണം. അത് മനസ്സിനാണ്. ക്ഷീണം എന്തിനാ ഉണ്ടാവുക? മനസ്സിനാണ്. രോഗം ശരീരത്തിനാണ്. ഇത് ഫുള്ളൊന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ രോഗം എഴുതി മനസ്സ് അല്ലേ? എം എന്ന് എഴുതിയാലും മതി, ബി ബോഡി എന്ന് എഴുതിയാലും മതി. സോ യു ഹാവ് ടു ആ എഴുതാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്ത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതി വെക്കാനുള്ള കഴിവുണ്ടായാൽ നിങ്ങൾ നാളെ ടീച്ചറാവും. അങ്ങനെയുള്ളവരേ ടീച്ചേഴ്സ് ആവാൻ പാടുള്ളൂ. എഴുതാനും പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ളവരാവും. നോട്ട് ടേക്കിംഗ്, നോട്ട് മേക്കിംഗ്, 2 കഴിവുകളാണ്. പറയുന്നൊക്കെ എഴുതിയെടുക്കാനും അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് എക്സ്പാൻഡ് ചെയ്ത് നല്ല ക്രമത്തിൽ എഴുതി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവും. ആ 2 കഴിവുകളാണ് നിങ്ങളെ നല്ല സ്റ്റുഡൻറ്റും നല്ല ടീച്ചേഴ്സും ഒക്കെ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലിയുള്ള ടീച്ചറല്ല, അത് ശമ്പളം പഠിക്കുന്ന ടീച്ചർമാർ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ ടീച്ചർ ആരാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാസ്റ്റർ. ജോലി കൊണ്ട്, ഡെസിഗ്നേഷൻ കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് അങ്ങനെയായി മാറും. ഗോട്ട് ഇറ്റ്? അപ്പൊ നിങ്ങളും ഇന്ന് പഠിച്ചതൊക്കെ ആരെ ഏൽപ്പിക്കാൻ പറ്റണം? വീട്ടിൽ പോവാ, അച്ഛനും അമ്മക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവിടെ പോയിട്ടൊരു ക്ലാസ് എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? നോട്ട് ഉണ്ടാവണം. അപ്പൊ എന്തിനാ ഈ നോട്ട് എഴുതുന്നത്? ഇപ്പൊ കേട്ട് മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ. ഒരു പോയിന്റ് വിടാതെ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ യു ആർ ദ ബെസ്റ്റ് സ്റ്റുഡന്റ്, യു ആർ ദ ബെസ്റ്റ് ടീച്ചർ. ഏത് വിഷയവും അങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു സുഖം കിട്ടും. ഇപ്പൊ കിട്ടുന്നതിനേക്കാളും സുഖം കിട്ടും നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവർ അസലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ നമുക്ക് താല്പര്യം ഉണ്ടാവോ ഇല്ല ഇത് കേൾക്കാൻ? എന്നാ അവിടെ പോയിട്ട് എന്താ പഠിച്ചു? എന്തെല്ലോ പഠിച്ചു. എന്താ കൃത്യമായിട്ട് പറയാം? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നിൽക്കവിടെ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്നിട്ട് 2 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ അവിടെ 4 മണിക്കൂർ ക്ലാസ്. ഇപ്പൊ നിങ്ങൾ ചൊല്ലിയ പ്രയറിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ വരാത്ത കുറേ ബഹുമാന്യ ഗ്രേറ്റ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വീട്ടിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? മഹാകാര്യം ചെയ്തിട്ട് അവിടെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ. അവരോട് പറഞ്ഞു കൊടുക്കുക, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് പ്രയറിന്റെ അർത്ഥം. അങ്ങനെയാണ് നിങ്ങൾ പോയിന്റ്സ് കൂടുതൽ എടുക്കുക. പിന്നെ അടുത്ത ലൈൻ,
അപ്പോഴാണ് കല്യാണം വരിക, സന്തോഷം വരിക. ആണോ അല്ലയോ? ബേഷ് ബേഷ് എന്ന് പറയും. ലൗഡർ. ദ്വേഷം എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പ്. ഇവിടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തിയതിന് വെറുപ്പ്. ആരോട്? അച്ഛനോടും അമ്മയോടും. ക്ലാസ് എടുക്കണ എന്നോട് വെറുപ്പ്. ഇത് അറേഞ്ച് ചെയ്ത അല്ലേ എല്ലാവരോടും വെറുപ്പാ നിങ്ങൾക്ക്. എന്തിനാ ഈ ശല്യം? വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? അങ്ങനെ ഒരു വെറുപ്പ് എല്ലാവർക്കും ഉണ്ട് മനസ്സിൽ. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പോ കുറച്ചൊക്കെ ഉണ്ട് ഇല്ലേ? വെറുതെ ഇവിടെ പിടിച്ചിരുത്തി എന്നുള്ള തോന്നില്ലേ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ബുദ്ധിയെ, ദ്വേഷബുദ്ധി, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ട്, അതുണ്ടെങ്കിൽ അതിനെ കളയണം. എന്താണ് ആ ലൈൻ? ആ ദ്വേഷബുദ്ധിയെ നശിപ്പിക്കണേ എന്ന്. നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്ത് നിങ്ങളുടെ ശത്രുവാണിപ്പോ. അയാൾ ശത്രുവാന്ന് തോന്നുന്നത് എപ്പോഴാ? നിങ്ങളുടെ ബുദ്ധിയിൽ അയാൾ ശത്രുവാന്ന് തോന്നുമ്പോഴാണ്. ആണോ അല്ലയോ? നിങ്ങളുടെ തൊട്ടടുത്ത അയൽവാസി നിങ്ങളുടെ ശത്രുവാകുന്നത് എപ്പോഴാ? നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോഴാണ്. തോന്നാതിരിക്കുന്നിടത്തോളം കാലം അയാൾ നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ശത്രു എന്ന് പറയുന്ന ശത്രുതാ ബുദ്ധിയാണ്. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലൊക്കെ ശത്രുബുദ്ധിർ വിനാശായ, ശത്രുബുദ്ധിത, ആ ബുദ്ധി വിനാശം ചെയ്യണം. എല്ലായിടത്തും ഒന്ന് തന്നെയാ പറയണത്. അതുകൊണ്ട് എനിക്ക് എന്തുണ്ടാവരുത്? ശത്രുതാ ബുദ്ധി തോന്നരുത്. അതാണ് അടുത്തല. അതിന് ആര് സഹായിക്കണം? വെളിച്ചം തരണം. എവിടെയാ വെളിച്ചം തരേണ്ടത്? പുറത്ത് സൂര്യനായിട്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കയറിയാലാണ് എൻ്റെ ബുദ്ധിയുടെ ഉള്ളിൽ പ്രകാശമായിട്ട് മാറണേ. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നാണ് അതിനർത്ഥം. അല്ല, അതിനൊന്നുകൂടി ചൊല്ലു. ഇപ്പൊ ചൊല്ലുമ്പോ അർത്ഥം മനസ്സിൽ വരുന്നുണ്ടോ? സങ്കല്പം വരുന്നുണ്ടോ? രാവിലെ ചൊല്ലിയപ്പോഴോ കേൾക്കാൻ എന്താ സുഖം? എന്താ ചൊല്ലണത്? ആ. എന്തിനാ ചൊല്ലണേ? ആ. ഇതെത്ര പ്രാവശ്യം ചൊല്ലിയിട്ടും കാര്യമില്ല. ബാക്കി മൃഗങ്ങളെ പോലെയാണ് അർത്ഥം മനസ്സിലാകാതെ കേൾക്കുമ്പോൾ. അവരൊക്കെ കേൾക്കുന്നുണ്ടാവും. പശുർ വേത്തി ശിശുർ വേത്തി വേത്തി ഗാനരസം ഭേണി സാഹിത്യസ്യ രസം സാക്ഷാൽ ശങ്കരോ വേത്തി വാനവ. എല്ലാ ഈ പാമ്പ് പോലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അർത്ഥം മനസ്സിലായിട്ടാണോ? അല്ല. മയിലൊക്കെ അല്ലേ, പല മൃഗങ്ങളും ഉണ്ട് അങ്ങനെ വാലാട്ടിക്കൊണ്ടൊക്കെ നടക്കും. നിങ്ങളും ആ തലയൊക്കെ ആട്ടുന്നു മാത്രം കേൾക്കുമ്പോൾ. വല്ലതും മനസ്സിലായോ? പോരാ. ഇനി മുതൽ, ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ മക്കളാ. ഓരോ വാക്കും കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അർത്ഥം. ഇനി അഥവാ അറിയില്ലെങ്കിൽ ആ ചൊല്ലുന്ന ആളോട് സ്റ്റോപ്പ്, അർത്ഥം പറഞ്ഞുതരാം. ഓക്കെ? പിന്നെ അല്ലേ, ഒന്നുകൂടി. ആ, എന്റെ ബുദ്ധി അതിലെവിടെയെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണേന്നാണ്. ലേസർ അടിച്ച് കളയണേ, റേഡിയേഷൻ അടിച്ചിട്ട് എന്റെ ബുദ്ധി ആ ഭാഗം അങ്ങോട്ട് കരിച്ച് കളയണേന്നാണ്. പിന്നെ ആത്മജ്യോതി. എന്താണ് ആത്മജ്യോതി? നിങ്ങൾക്കൊക്കെ ആത്മാവുണ്ടോ? എവിടെയാ ഈ ആത്മാവ്? മനസ്സിലോ? അപ്പൊ മനസ്സെവിടെയാ? ഹൃദയ. ചൊല്ല്. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം. ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം എവിടെയാന്ന് ആർക്കും അറിയില്ല. അതെവിടെയാ? സോളാർ പ്ലക്സസിന്റെ ഇടയിൽ, നെഞ്ചിന്റെ നടുക്കാണ് ഇവിടെ. ഓക്കെ? അതിനകത്തൊരു കുഴിയെടുത്തിട്ട് ഒരു ഗുഹയിൽ ഉള്ളിൽ പോയി നോക്കിയാൽ അതിനകത്ത് കാണുന്ന ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിരിക്കുന്ന സ്ഥലമാണ് ആത്മാവ്. ആത്മബ്രഹ്മം എന്നാണ് പറയുന്നത്. ആ ആത്മാവ്, ബ്രഹ്മാവ് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്നൊക്കെ എന്നോട് തന്നെ പറയും. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ആരോ പറയുന്നില്ലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അത് മനസ്സാണോ പറയുന്നത്, ബുദ്ധിയാണോ? മനസ്സും അല്ല, ബുദ്ധിയല്ല, ജഡ്ജാണ്. ആരാ നമ്മുടെ ജഡ്ജ്? നമ്മുടെ ആത്മാവാണ്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത കാര്യമായാലും പറയും തെറ്റിപ്പോയി കേട്ടോ. ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് പറയും തെറ്റിപ്പോയി. ആരാ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയാ? കോടതിയാണ്. കേസ് വരുമ്പോഴല്ലേ പറയുള്ളൂ. ആര് തമ്മിലാ കേസ്?
ബുദ്ധിയും മനസ്സും തമ്മിലാണ് കേസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ. ഇങ്ങോട്ട് വരണോ ക്ലാസ്സിന് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ബുദ്ധി പറയും പോണ്ടെന്നേ, വെറുതെ സമയം. മനസ്സിലായോ? ഒരു സാധനം കഴിക്കണം തോന്നും. ആർക്കാ തോന്നുന്നേ? മനസ്സിന്. ഉടനെ ബുദ്ധി എന്ത് പറയും? വേണ്ട. ചിലരുടെ ബുദ്ധി കഴിക്കണം എന്ന് പറയും, മനസ്സ് പറയും വേണ്ട. എപ്പോഴും തോന്നുക. ഇത് രണ്ടും തമ്മിലുള്ള അടിപിടിയാണ് നമ്മുടെ പ്രശ്നം. ആ ആത്മാവില് നല്ല പ്രകാശം ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാവും. പിന്നെ ഒരിക്കലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് തന്നെ പറയില്ല ഞാൻ ചെയ്തത് തെറ്റാണ്. ഏറ്റവും വലിയ കുഴപ്പം ഞാൻ എന്നോട് പറയുന്നതാ തെറ്റാണ്. ആ പറയൽ എനിക്ക് ഉണ്ടാവില്ല. എന്താണ് ആ ലൈൻ? ഒന്നുകൂടി ചൊല്ലു. അതിനെ ഞാൻ നമിക്കുന്നു എന്നാണ്. ഇത്ര നല്ല അർത്ഥമുള്ള ശ്ലോകമാണ്. നിങ്ങൾ വെറുതെ ചൊല്ലിക്കളയല്ലേ? പിന്നെ കഴിഞ്ഞോ? പ്രദീപ്തായ, അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. ഓം ഭുർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. എന്റെ ഉള്ളിൽ പ്രചോദിപ്പിക്കണേ. ഏതാ എന്റെ ഉള്ളിലുള്ളത്? ഈ ആത്മാവ്. പുറത്ത് പ്രകടമാവൊന്നുമില്ല. ചിലപ്പോ പുറത്ത് വന്നിട്ട് നമ്മളെ കുറ്റം പറയുന്ന ആ സ്വഭാവം ഒന്ന് നിർത്തണേ എന്റെ ആത്മാവേ എന്നാണ്. നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ദുഃഖം വരിക. ബാക്കി ആര് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഉള്ളിലൊരു തോന്നല് ഞാൻ ചെയ്തത് ശരിയല്ല. അങ്ങനെ പറയിപ്പിക്കുന്ന എൻ്റെ ആത്മാവിൽ പ്രകാശം വന്നാൽ എന്ത് ചെയ്യും? ഒരിക്കലും ഞാൻ എന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റും. അത്തരം മനുഷ്യന്മാരെയാണ് ആത്മീയ പുരുഷന്മാരെന്ന് പറയുന്നത്. പുരുഷൻ എന്ന അർത്ഥത്തിന് ഈ ജെൻഡർ അല്ല, എല്ലാവർക്കും ബാധകമായിട്ടുള്ള തന്നെ പുരുഷൻ എന്നാണ് സംസ്കൃതത്തിൽ പറയാം. സ്ത്രീകൾക്കും ബാധകമാണ്. അപ്പൊ ആ തോന്നൽ എനിക്കുണ്ടാവുമ്പോ ഞാൻ സ്ട്രോങ് ആവും. ആ സ്ട്രോങ് ആവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ പ്രകാശം വരണം. എന്തിന്റെ പ്രകാശം? ആത്മീയതയുടെ പ്രകാശം വരണം. അപ്പൊ ബുദ്ധിയില്ല, മനസ്സുമില്ല. എന്തില്ല? ബുദ്ധിയില്ല, മനസ്സുമില്ല. എന്തേ ഉള്ളൂ? ആത്മാവ്. ആത്മാവിൽ നിന്നാണ് എല്ലാം വരിക. ചിന്തിച്ചിട്ടല്ല വരിക, ചിന്തിക്കാതെ അങ്ങോട്ട് വരും. മനസ്സിലായോ? പിന്നെ ഒന്നുകൂടി കഴിഞ്ഞോ? ബ്രഹ്മ, ഞാൻ പറഞ്ഞില്ലേ എവിടെയാ ബ്രഹ്മാവുള്ളത്? ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. അപ്പൊ എന്നിൽ ബ്രഹ്മാവ് വരും. ബ്രഹ്മാവ് എന്താ ചെയ്യാം? കുറെ ചോദ്യങ്ങൾ ചോദിപ്പിക്കും. നിങ്ങൾ എന്തേ ചോദ്യം ചോദിക്കാത്തത്? ഇത് ചൊല്ലിയിട്ടേ ഉള്ളൂ ബ്രഹ്മാവില്ല നിങ്ങളുടെ ഉള്ളിൽ. ബ്രഹ്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇതിന്റെ അർത്ഥമൊക്കെ ചോദിച്ചാൽ. നമ്മുടെയൊക്കെ ഉള്ളിൽ ബ്രഹ്മാവുണ്ട്. ജനിക്കുമ്പോ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഓരോ സാധനം എടുത്തിട്ട് ഇതെന്താ, അതെന്താ, ഇതെന്താ, അതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇല്ലേ? ഇപ്പോഴോ അതെന്തായപ്പോ എനിക്കെന്താ? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ഉള്ളിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം. ചോദ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മാവ് ഉണ്ടാവണം. ബ്രഹ്മാവിന്റെ ഭാര്യ ആരാ? മനസ്സിലായോ? അപ്പൊ ബ്രഹ്മാവിനെ കുറിച്ച് ചൊല്ലിയാൽ സരസ്വതിക്ക് ഹാപ്പിയാവും. ആരാ സരസ്വതി? വിദ്യയുടെ ദേവത. അപ്പൊ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് വരും? ബ്രഹ്മാവുള്ളടുത്ത് ആര് വരും? സരസ്വതി വരും. നിങ്ങൾക്ക് വിദ്യ വരും. അപ്പൊ അറിവുണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ചോദ്യങ്ങൾ ഉണ്ടാവണം. ആർക്കേ ചോദിക്കാൻ പറ്റൂ? കുറച്ചെങ്കിലും അറിവുണ്ടായാലും ചോദിക്കാൻ പറ്റും. ഇപ്പോ സരസ്വതി ഉണ്ടെങ്കിൽ ബ്രഹ്മാവ് വരും, ബ്രഹ്മാവ് ഉണ്ടെങ്കിൽ സരസ്വതി വരും. അപ്പൊ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറക്കം പോകും. ഒരു സുഖവും ഇല്ല, ഉറക്കമില്ല. ആരാ സുഖത്തിന്റെ ഭഗവാൻ? ശിവനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാ? ശക്തി. അപ്പൊ നല്ല ആരോഗ്യമുള്ളവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. വയറുവേദന വന്നാൽ ഉറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ ചെയ്യണം. പട്ടിയുടെ സ്വഭാവം, പൂച്ചയുടെ സ്വഭാവം അല്ലേ? പട്ടിയോടും പൂച്ചയോടൊക്കെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് വാലോട്ടും ചെവിയാട്ടും തലയാട്ടും ഒക്കെ ചെയ്യും. നിങ്ങളും അങ്ങനെയാണ്, കൈ ഇങ്ങനെ ആട്ടും. അങ്ങനെ ചെയ്യോ? അപ്പോഴും ഇങ്ങനെ. ഇപ്പൊ ചൊല്ലി അർത്ഥം മനസ്സിലായോ? അപ്പൊ ബ്രഹ്മാവ് വരും,
ആത്മാവുണ്ടാവും, സരസ്വതി വരും. അതുകൊണ്ടാണ് പഠിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യം ഇത് ചൊല്ലുന്നത്. ബ്രഹ്മാവ് വന്നാൽ സരസ്വതി വരുമല്ലോ, എന്നിൽ കുറെ ചോദ്യം ഉണ്ടാക്കണേ എന്നാണ് ചൊല്ലിയത്. എന്നിട്ട് വല്ല ചോദ്യവും നിങ്ങൾക്കുണ്ടോ? എന്താ കാരണം? അതന്നെ മനസ്സിലായില്ല. എന്നിട്ട് വേണ്ടേ അപ്പൊ അടുത്തത് ചോദിക്കാൻ. ഒന്നുകൂടി കഴിഞ്ഞോ? ലാസ്റ്റ്. പിന്നെ എനിക്ക് ഈ ശ്ലോകം അറിയില്ല കേട്ടോ. നിങ്ങളിപ്പോ ചൊല്ലുന്ന പ്രയറൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള സ്കൂളിലേ അല്ല പഠിച്ചത്, ഇങ്ങനെ ചൊല്ലാറുമില്ല. ആ പ്രദീപിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, ബ്രഹ്മാവായിട്ട് മാറുന്ന, ആത്മാവായിട്ട് മാറുന്ന ഈ അഗ്നിയെ, ഈ സൂര്യനെ ഞാൻ നമസ്കരിക്കുന്നു. ഇത് നല്ല ശ്ലോകാന്ന് ആലോചിച്ച് നോക്കുക. അർത്ഥം അറിഞ്ഞാൽ ഒന്നെല്ലാം കൂടി ഒന്ന് ഫുള്ളൊന്ന് ചെല്ല്. ആദ്യം മുതൽ. ആരെ കാണണം? സൂര്യനെ. വിഷ്ണുവിനെ കാണണം. അപ്പൊ അത് പറഞ്ഞു തരുന്ന ഗുരുവിന് നമസ്കാരം. ആരാ ഗുരു? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നയിക്കുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. ഇതിൽ ആരെയൊക്കെ പറഞ്ഞു? ഇപ്പോ നിങ്ങളൊന്നും ആലോചിക്കാത്ത കാര്യമാണ് ഇതൊക്കെ. ആണോ അല്ലയോ? ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പറഞ്ഞു. സുഖവും സന്തോഷവും ആരോഗ്യവും എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും പറഞ്ഞു. യെസ് ഓർ നോ? നമുക്കൊക്കെ സന്തോഷം കിട്ടുക കാശ് കിട്ടുമ്പോഴാണ്. അപ്പൊ വിഷ്ണുവിനെ പറഞ്ഞ ഉടനെ ലക്ഷ്മിനെയും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. സമ്പാദ്യം ഉണ്ടാക്കണം. സമ്പാദ്യം എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോഴാണ് സന്തോഷവും ആരോഗ്യമൊക്കെ ഉണ്ടാവും. അപ്പൊ വിഷ്ണുവിനെ പറഞ്ഞു, ലക്ഷ്മിയെ പറഞ്ഞു, ശിവനെ പറഞ്ഞു, പാർവതിയെ പറഞ്ഞു, ബ്രഹ്മാവിനെ പറഞ്ഞു, സരസ്വതിയെ പറഞ്ഞു. അല്ലേ? നിങ്ങൾ വിചാരിച്ച ഏതോ തിരികൊളുത്തുന്ന കാര്യം ചുമ്മാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അതല്ലാതെ മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ വിഷയവും നമുക്ക് പഠിക്കാം. ഇത് ഈ ചൊല്ലുന്ന പ്രയർ മാത്രമല്ല, മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴും, കെമിസ്ട്രി പഠിക്കുമ്പോഴും, ഫിസിക്സ് പഠിക്കുമ്പോഴും, ഏത് വിഷയവും എന്തും ലോകത്തിൽ പഠിക്കുമ്പോൾ അതിനെയൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് പഠനം. അതല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ആരോ ചോദിക്കുന്നു, അതിന് ഉത്തരം എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, A+ ഒക്കെ കിട്ടും, നിങ്ങൾ പാസ്സാവും. എന്നിട്ട് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ നിങ്ങൾ എത്തും. പക്ഷെ ഒരു ഗുണം ഉണ്ടാവില്ല. അവസാനം വരുമ്പോഴും നിങ്ങൾക്കൊരു സന്തോഷമില്ല. ശരിയായില്ലേ ജീവിതം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമതും ജീവിക്കാൻ പറ്റുമോ? പോയത് പോയി. അപ്പൊ ആ കാലത്ത് അല്ലേ, ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇതിന്റെ അർത്ഥം അറിയാം. നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ പേര് ഇത് കേട്ട് 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 പഠിപ്പിച്ച് അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ? ഇല്ല. അപ്പൊ ഇപ്പോഴെങ്കിലും തോന്നിയത് നന്നായി എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളവരെയും കൂടി ഇത് പഠിപ്പിക്കാം. ആ ബോധം നമുക്കുണ്ടാവണം. ഓക്കെ? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. ഏത് വിഷയത്തിലൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കാം. ഫൈൻ. ഇത് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? അപ്പൊ ഇംഗ്ലീഷിൽ വേണോ ക്ലാസ്? പക്ഷെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്യാം, ഇടയിലൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗോട്ട് ഇറ്റ്? പിന്നെയോ ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാം. ഈ സ്ഥലത്തെക്കുറിച്ച്. നമ്മൾ പണ്ട് രാജ്യം എന്ന് പറഞ്ഞ നാട് നടത്തണം.
ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് പറയാം, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറയാം. രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തില്ലേ? അതിലെന്തൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ കൃത്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ പ്രയർ ചെല്ലിയപ്പോൾ ശ്രദ്ധിക്കാതെ പോയി, അതിനു മുമ്പ് പ്രസംഗിച്ചവരൊന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എല്ലാ കാര്യങ്ങളും രാവിലെ കണ്ണു തുറന്നത് മുതൽ നിങ്ങൾക്കിപ്പോൾ തോന്നണം. ഒന്നൊന്ന് ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് അതിലെന്തായിരുന്നു കാര്യം, ഇതിലെന്തായിരുന്നു കാര്യം, ഞാൻ അത് കണ്ടു, അതെന്തായിരുന്നു, ഇത് കണ്ടു, ഇതെന്തായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയാം. ഓക്കെ, അപ്പൊ ഇനിയുള്ള കുറച്ച് സമയം എന്താണ്, ഇതൊക്കെ എഴുതാനുള്ള സമയമാണ്. ഓക്കെ, അപ്പൊ നല്ല പോലെ ഇതൊക്കെ എഴുതി റെഡി ആക്കിയിട്ട് ഇപ്പൊ 11:15 കറക്റ്റ് 11:30 ആദ്യം വരുന്ന ആൾ, ഈ സീറ്റ് റിസർവ്ഡ് അല്ല, ആദ്യം വരുന്ന ആൾ അവിടെ, ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആള് ലാസ്റ്റ് വന്ന ആള്. എന്റെ റൂള് മനസ്സിലായി? അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുന്നവര് ഏറ്റവും ആദ്യം സ്മാർട്ട് ആയിട്ടുള്ളവർ, ഇപ്പൊ താല്പര്യം കുറഞ്ഞവര് ബാക്കിൽ. ഫൈൻ, ചെയർ ഇതേപോലെ ഉണ്ടാവും. ആ ലൈൻ ഫില്ല് ചെയ്താലേ അടുത്തൊരു പോവാം. എപ്പോഴും അങ്ങനെയാ, എന്റെ റൂൾ അങ്ങനെ. ചലോ നോസ്. ആരാ സാറിന് വിളിച്ചത്? കൈ ഇങ്ങനെ പിടിക്കും, കൈ ഇങ്ങനെ പിടിക്കും, എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് കുറെ ദൂരെ കൊണ്ടുപോകും, ഫാസ്റ്റ് ആയിട്ട് അടുപ്പിച്ചു. സ്വന്തം ശിക്ഷിക്കുക, അപ്പൊ നന്നാവും. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമില്ല, കാരണം ശീലിച്ചു പോയി. ഈ എന്ന് പറയുന്നത് എന്താ കാരണം? അതാണ് നിങ്ങൾ വീട്ടിലും കാണുന്നത്, സ്കൂളിൽ എല്ലാവരും അങ്ങനെ അടിച്ചാണ്, ആണോ അല്ലയോ? പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഇന്റർവ്യൂവിന് വരുമ്പോ എന്തെങ്കിലും ചോദിക്കും എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും ചോദിച്ചാൽ എന്നൊക്കെയാണ് പറഞ്ഞത് ഇല്ലേ? നാളെ ടി വിയിൽ എന്താ വരിക? ഇത് തന്നെ വരും ഇല്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിട്ട് മാറണം? സ്വയം കുറച്ചും കൂടി മച്ചുവേർഡായി, കുറച്ചും കൂടി ഡീസൻ്റായി, കുറച്ചും കൂടി പ്രൊഫഷണലായി അങ്ങനെ പെരുമാറാൻ പഠിച്ചാൽ മാറ്റമുണ്ട്. ബ്രേക്ക്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവാക്കിയിട്ട് ഞാൻ പോകും. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. എഴുതാ ഫാസ്റ്റ്. 5 or 10 ചോദ്യങ്ങൾ എഴുതാം. ചടപടാന്ന് എഴുതണം. ഒക്കെ അറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് അറിയാം? ബാക്കി ക്വാർട്ടർ നിങ്ങൾ ഒറ്റക്ക് അടിക്കുക. പിന്നെയോ പാദംസ ബ്രഹ്മചാരിക്ക, കൂട്ടുകാരുടെ കൂടെ ബാക്കി ക്വാർട്ടർ അടിക്കുക. അപ്പൊ 3/4 ക്വാർട്ടർ കഴിഞ്ഞു അല്ലേ? 3 ക്വാർട്ടർ ആയാൽ 3/4. പാദം കാലക്രമേണ. പിന്നെ നിൽക്കാൻ പറ്റിയ അടിക്കുക, അല്ലെങ്കിൽ പാദം ശിഷ്യസ്വമേധയ